ഹായ് എവരി വൺ, മാത്സ് ട്രിക്സിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇത് 6ാമത് വീഡിയോ ആണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് 2 ഡിജിറ്റുള്ള ഒരു നമ്പറിന്റെ സ്ക്വയർ കണ്ടുപിടിക്കാനുള്ള എളുപ്പ വഴിയാണ്. ഏതൊരു 2 ഡിജിറ്റ് നമ്പറിന്റെയും സ്ക്വയർ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന, നമ്മളെ സഹായിക്കുന്ന ഒരു എളുപ്പ മാർഗമാണ് ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത്. നേരത്തെ 5 എന്ന് പറയുന്ന ഡിജിറ്റിൽ അവസാനിക്കുന്ന നമ്പറുകളുടെ സ്ക്വയർ കണ്ടുപിടിക്കാനുള്ള എളുപ്പമാർഗം നേരത്തെ ചർച്ച ചെയ്തിരുന്നു. അതായത് 25, 35, 45 തുടങ്ങിയ നമ്പറുകളുടെ സ്ക്വയർ കണ്ടുപിടിക്കാനുള്ള എളുപ്പമാർഗം നമ്മൾ ചർച്ച ചെയ്തിരുന്നു. ഇന്ന് ഏത് 2 ഡിജിറ്റ് നമ്പർ ആണെങ്കിലും അതിന്റെ സ്ക്വയർ കണ്ടുപിടിക്കാനുള്ള മാർഗമാണ് നമ്മൾ നോക്കുന്നത്. അതായത് ഇവിടെ 21ന്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ പറയുന്നു, അല്ലെ 22ന്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ പറയുന്നു, 43ന്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ പറയുന്നു, 74ന്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ പറയുന്നു. അങ്ങനെ ഏതൊരു 2 ഡിജിറ്റ് നമ്പർ വന്നാലും അതിന്റെ സ്ക്വയർ കണ്ടുപിടിക്കാനുള്ള എളുപ്പമാർഗമാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. വിട്ടുകളയരുത്, വീഡിയോ കാണുക. ഓക്കെ, നമ്മൾ ആദ്യം 21ന്റെ സ്ക്വയർ കണ്ടുപിടിക്കാനാണ് ശ്രമിക്കുന്നത്. 21ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 21 ഗുണം 21. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യുന്നു? 21 എന്ന് പറയുന്ന ആ നമ്പറിനകത്ത് 2 ഡിജിറ്റ് ഉണ്ടെന്ന് ആദ്യം നമ്മൾ ഓർത്തു വെക്കുക. ഏതൊക്കെയാണ്? 2 എന്ന് പറയുന്ന ഒരു ഡിജിറ്റും 1 എന്ന് പറയുന്ന ഒരു ഡിജിറ്റും ഉണ്ട്. ഓക്കെ, അതിനകത്ത് 2 ഡിജിറ്റ്സ് ഉണ്ട്, 2ഉം 1ഉം. ആദ്യത്തെ ഡിജിറ്റ് 2 ആണ്, സെക്കൻഡ് ഡിജിറ്റ് 1 ആണ്. ഓക്കെ, അങ്ങനെ നമ്മൾ രണ്ടാക്കി തിരിച്ചതിന് ശേഷമാണ് നമ്മുടെ സൊല്യൂഷനകത്തേക്ക് വരാൻ പോകുന്നത്. സ്റ്റെപ്സ് ഒന്നും എഴുതാതെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ചെയ്തു പോകാം. ഇപ്പൊ 21 എന്ന് പറയുന്ന 2 ഡിജിറ്റ് ഉള്ള നമ്പറിന്റെ സ്ക്വയർ വരുമ്പോൾ അതിനകത്ത് 3 പാർട്ട് ഉണ്ടാകും. അതുകൊണ്ട് നമ്മൾ അവിടെ 3 ലൈൻ വരയ്ക്കുകയാണ്. 3 പാർട്ട് ഉണ്ടാകും. അതില് ഒന്നാമത്തെ പാർട്ടിനെ ഫസ്റ്റ് പാർട്ട് എന്നും, രണ്ടാമത്തെ പാർട്ടിനെ മിഡിൽ പാർട്ട് എന്നും, മൂന്നാമത്തെ പാർട്ടിനെ ലാസ്റ്റ് പാർട്ട് എന്നും നമുക്ക് പേര് വിളിക്കാം. ഓക്കെ, അപ്പൊ 21 എന്ന് പറയുന്ന അല്ലെങ്കിൽ വേറെ ഏതൊരു 2 ഡിജിറ്റ് നമ്പർ ആണെങ്കിലും അതിന്റെ സ്ക്വയർ വരുമ്പോൾ അതിനകത്ത് 3 പാർട്ട് ഉണ്ടാകും. ഓർക്കുക, ലാസ്റ്റ് പാർട്ടിലും മിഡിൽ പാർട്ടിലും ഓരോ ഡിജിറ്റ് വെച്ച് വരാവൂ. ഫസ്റ്റ് പാർട്ടിൽ ഒന്നിലധികം ഡിജിറ്റ്സ് വരാം. മിഡിൽ പാർട്ടിലും ലാസ്റ്റ് പാർട്ടിലും ഓരോ ഡിജിറ്റ് വെച്ച് ആൻസറിനകത്ത് ഉണ്ടാകാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോ ഈ 21 സ്ക്വയർ ചെയ്യപ്പെടുമ്പോൾ ഫസ്റ്റ് പാർട്ട് എന്തായിരിക്കും, മിഡിൽ പാർട്ട് എന്തായിരിക്കും, ലാസ്റ്റ് പാർട്ട് എന്തായിരിക്കും? അത് ശ്രദ്ധിക്കുക. ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് 21 എന്ന് പറയുന്ന നമ്പറിനകത്തെ ഫസ്റ്റ് ഡിജിറ്റ് ആയ 2ന്റെ സ്ക്വയർ ആണ്. അത് ഫസ്റ്റ് പാർട്ട്, നമ്മുടെ ആൻസറിന്റെ ഫസ്റ്റ് പാർട്ട് കിട്ടി. അപ്പൊ ലാസ്റ്റ് പാർട്ടോ 21 എന്ന് പറയുന്ന നമ്പറിലെ ലാസ്റ്റ് ഡിജിറ്റ് ആയ 1ന്റെ സ്ക്വയർ ആണ് ലാസ്റ്റ് പാർട്ട്. ഓക്കെ, അപ്പൊ ആൻസറിന്റെ പകുതി കഴിഞ്ഞു. ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് 21 എന്ന് പറയുന്ന നമ്പറിന്റെ ഫസ്റ്റ് ഡിജിറ്റ് ആയ 2ന്റെ സ്ക്വയർ. ലാസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് 21 എന്നുള്ള നമ്പറിലെ ലാസ്റ്റ് ഡിജിറ്റ് ആയ 1ന്റെ സ്ക്വയർ. അപ്പൊ മിഡിൽ പാർട്ട് എന്തായിരിക്കും? മിഡിൽ പാർട്ട് എന്ന് പറയുന്നത് 21 2 ഡിജിറ്റ് ചേർന്നതാണ്. അതിനൊപ്പം 2 എന്ന് പറയുന്ന ഒരു ഡിജിറ്റ് കൂടെ എഴുതി വെച്ചിട്ടുണ്ട് പവർ കാണാൻ വേണ്ടി. അപ്പൊ മൊത്തം 3 ഡിജിറ്റ് അവിടെ ഉണ്ട്. 21 സ്ക്വയർ എന്ന് എഴുതുമ്പോൾ മൊത്തം 3 ഡിജിറ്റ് ഉണ്ട്. ആദ്യം ഒരു 2, പിന്നെ ഒരു 1, പിന്നെ ഒരു 2. ഈ 3 ഡിജിറ്റുകളെയും മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന പ്രൊഡക്റ്റ് ആണ് മിഡിൽ പാർട്ട്. 2 ടൈംസ് 1 ടൈംസ് 2 അത് 4 ആണ്. 2 into 1 into 2 4 ആണ്. അതാണ് മിഡിൽ പാർട്ട് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? 4, 4, 1. ഓക്കെ, നമുക്ക് വേറെ പേപ്പറും പേനും ഒന്നും വേണ്ട, നേരെ എഴുതാവുന്ന ആൻസർ നേരെ എഴുതാവുന്നതേ ഉള്ളൂ. 21 സ്ക്വയർ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് പാർട്ടിൽ 1, ഫസ്റ്റ് പാർട്ടിൽ 4, മിഡിൽ പാർട്ടിൽ 2 into 1 into 2. ആൻസർ നമുക്ക് വളരെ വേഗത്തിൽ എഴുതാം. ഓക്കെ, നമുക്ക് മറ്റൊരു നമ്പർ നോക്കാം. 22 എന്നതിനകത്ത് 2 ഡിജിറ്റ് ഉണ്ട്, രണ്ടും 2 തന്നെയാണ്. അപ്പൊ അതിന്റെ ആൻസറിനകത്ത് 3 പാർട്ട് വരും നമുക്കറിയാം. ഫസ്റ്റ് പാർട്ടും അതോടൊപ്പം മിഡിൽ പാർട്ടും അതോടൊപ്പം ലാസ്റ്റ് പാർട്ടും, അങ്ങനെ 3 പാർട്ടും നമ്മുടെ ആൻസറിനകത്ത് ഉണ്ടാകും. ഓക്കെ, ഫസ്റ്റ് പാർട്ട് എങ്ങനെയാ കിട്ടുന്നതെന്ന് അറിയാം. തന്നിരിക്കുന്ന നമ്പറിന്റെ ഫസ്റ്റ് ഡിജിറ്റിന്റെ സ്ക്വയർ ആണ് ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത്. ഇവിടെ ഫസ്റ്റ് പാർട്ടും ലാസ്റ്റ് പാർട്ടിനെ സംബന്ധിച്ചിടത്തോളം 2ന്റെ സ്ക്വയർ തന്നെയാണ് വരിക. കാരണം നമ്പർ 22 ആണ്, ഡിജിറ്റ്സ് രണ്ടും സെയിം ആണ്, 2 ആണ്. അതുകൊണ്ട് ഫസ്റ്റ് പാർട്ടും ലാസ്റ്റ് പാർട്ടും 2ന്റെ സ്ക്വയർ ആണ്. അപ്പൊ മിഡിൽ പാർട്ട് എന്തായിരിക്കും? 22നകത്ത് 2 ഡിജിറ്റ്സ് ഉണ്ട്, അതോടൊപ്പം അതിന്റെ പവർ ആയിട്ട് 2 എഴുതിയിട്ടുണ്ട്. 3 ഡിജിറ്റ്സ് ഉണ്ട്. ആ 3 ഡിജിറ്റുകളെയും മൾട്ടിപ്ലൈ ചെയ്യണം. 2 into 2 into 2, 2 times 2 times 2, 8 ആണ് മിഡിൽ പാർട്ട്. അപ്പൊ ആൻസർ എന്താണ്? ആൻസർ എന്താണ്? 4, 8, 4. ഓക്കെ, അത് വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായി. നമുക്ക് മറ്റൊരു നമ്പർ നോക്കാം. മറ്റൊരു നമ്പർ സ്ക്രീനിൽ കാണിക്കുന്നത് 43 സ്ക്വയർ ആണ്. 43 സ്ക്വയർ എന്ന് പറഞ്ഞാൽ
എങ്ങനെയായിരിക്കാം സൊല്യൂഷൻ വരിക? 3 പാർട്ട് നമ്മൾ നേരത്തെ കണ്ടു. ഏതൊക്കെയാണ്? ഫസ്റ്റ് പാർട്ട്, മിഡിൽ പാർട്ട്, ലാസ്റ്റ് പാർട്ട്, അങ്ങനെ 3 പാർട്ട്. അതിലെ ഫസ്റ്റ് പാർട്ടിന്റെ ഡിജിറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 43 എന്നതിലെ ഫസ്റ്റ് ഡിജിറ്റ് ആയ 4ന്റെ സ്ക്വയർ. 4ന്റെ സ്ക്വയർ എത്രയായിരിക്കും? 16. ഇപ്പൊ ഫസ്റ്റ് പാർട്ട് കിട്ടി. ലാസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 43യിലെ ലാസ്റ്റ് ഡിജിറ്റ് ആയ 3യുടെ സ്ക്വയർ. 3 സ്ക്വയർ എത്രയാണ്? 9. അപ്പോ ലാസ്റ്റ് പാർട്ടും കിട്ടി. ഇനി ഏത് മാത്രം കിട്ടിയാൽ മതി? മിഡിൽ പാർട്ട് കിട്ടിയാൽ മതി. മിഡിൽ പാർട്ട് എന്ന് പറഞ്ഞാൽ 43ക്കകത്തുള്ള 4ഉം 3 2 ഡിജിറ്റ്, പിന്നെ അതിന്റെ പവർ ആയിട്ട് എഴുതിയിരിക്കുന്ന 2, ഈ 3 ഡിജിറ്റുകളെയും മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ എന്താണ്? 4 times 3 times 2 24. 4 into 3 into 2 equal to 24. അതാണ് മിഡിൽ പാർട്ട്. നേരത്തെ ഒരു കാര്യം പറഞ്ഞിരുന്നു, ലാസ്റ്റ് പാർട്ടിലും മിഡിൽ പാർട്ടിലും ഓരോ ഡിജിറ്റ് എഴുതാവൂ, ഒന്നിലധികം ഡിജിറ്റ്സ് എഴുതാൻ പാടില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന ഡിജിറ്റ്സ് എല്ലാം ഒന്ന് എടുത്ത് എഴുതാം. ഫസ്റ്റ് പാർട്ടിൽ 16, മിഡിൽ പാർട്ടിൽ 24, ലാസ്റ്റ് പാർട്ടിൽ 9. നമ്മുടെ ആൻസർ തെറ്റാണ്. കാരണം എന്താണ്? മിഡിൽ പാർട്ടിലെ 24ന് അതുപോലെ എഴുതാൻ പറ്റില്ല. ഒരു ഡിജിറ്റ് മാത്രമേ എഴുതാവൂ, 4 മാത്രമേ എഴുതാവൂ. അപ്പൊ 2 എന്താണ്? അവിടെ ക്യാരിയാണ്. അപ്പൊ 2 ഇവിടെ ക്യാരിയാണ്. അതുകൊണ്ടാണ് 2നെ റെഡ് കളറിൽ അല്പം സൈസ് വലുതാക്കി കാണിച്ചിരിക്കുന്നത്. അപ്പൊ 2 എങ്ങോട്ട് പോകണം? 2 മിഡിൽ പാർട്ടിൽ നിന്ന് ഫസ്റ്റ് പാർട്ടിലേക്ക് പോകണം. 2 മിഡിൽ പാർട്ടിൽ നിന്ന് ഫസ്റ്റ് പാർട്ടിലേക്ക് പോയി ഫസ്റ്റ് പാർട്ടിലുള്ള 16നോട് ജോയിൻ ചെയ്യണം. അപ്പൊ 16 + 2 എന്നാവും. 16 + 2 എന്ന് വരുമ്പോൾ 18 ആവും. അപ്പൊ ഫസ്റ്റ് പാർട്ടിൽ 18ഉം മിഡിൽ പാർട്ടിൽ 4ഉം ലാസ്റ്റ് പാർട്ടിൽ 9ഉമാണ് നമ്മുടെ ആൻസറിന്റെ ഭാഗമായിട്ട് പറയേണ്ടത്. എന്താണ്? ലാസ്റ്റ് പാർട്ടിൽ 9, ഒരു കുഴപ്പമില്ല. മിഡിൽ പാർട്ടിൽ 24 വന്നു, അതിലെ 4 എടുക്കാവൂ. 2നെ എന്ത് ചെയ്യണം? 2നെ ഫസ്റ്റ് പാർട്ടിലേക്ക് കൊടുത്ത് അവിടെ നിലവിലുള്ള 16നോടുകൂടെ ആഡ് ചെയ്യണം. അപ്പൊ എന്ത് വന്നു? 16നോടുകൂടെ 2 ആഡ് ചെയ്തപ്പോ അത് 18 എന്നായി. അപ്പൊ നമ്മുടെ ആൻസർ 1849. 1849. ഓക്കെ, ഓർക്കുക, ലാസ്റ്റ് പാർട്ടിലും മിഡിൽ പാർട്ടിലും ഓരോ ഡിജിറ്റ് വരാവൂ. ഒന്നിലധികം ഡിജിറ്റ് വന്നാൽ അതിന് മുമ്പുള്ള പാർട്ടിലേക്ക് ആ ഡിജിറ്റിനെ ആഡ് ചെയ്യണം. ഓക്കെ, മറ്റൊരു നമ്പർ 74 സ്ക്വയർ. 74 സ്ക്വയർ നേരത്തെ പറഞ്ഞതുപോലെ അതിനകത്ത് 2 ഡിജിറ്റ് ഉണ്ട്, 7ഉം 4ഉം. അപ്പൊ അതിന്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് 3 പാർട്ട് ഉണ്ട്. ഫസ്റ്റ് പാർട്ട് ഉണ്ട്, മിഡിൽ പാർട്ട് ഉണ്ട്, അതോടൊപ്പം ലാസ്റ്റ് പാർട്ടും ഉണ്ടാവും. അപ്പൊ ഫസ്റ്റ് പാർട്ടിന്റെ ഡിജിറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 74ലെ ആദ്യത്തെ ഡിജിറ്റ് ആയ ഫസ്റ്റ് ഡിജിറ്റ് ആയ 7ന്റെ സ്ക്വയർ ആണ്. 7 സ്ക്വയർ = 49. 7 സ്ക്വയർ = 49. ലാസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞാൽ 74ലെ ലാസ്റ്റ് ഡിജിറ്റ് ആയ 4ന്റെ സ്ക്വയർ. 4ന്റെ സ്ക്വയർ എത്രയാണ്? 16. നമുക്ക് ഒരു ഡിജിറ്റ് എഴുതാൻ പറ്റുള്ളൂ, 6 എഴുതാൻ പറ്റുള്ളൂ. 1 എന്താണ്? 1 മിഡിൽ പാർട്ടിൽ പോകണം. നമുക്ക് മിഡിൽ പാർട്ട് കണ്ടതിന് ശേഷം മിഡിൽ പാർട്ടിലേക്ക് അതിനെ ക്ലബ് ചെയ്യാം. മിഡിൽ പാർട്ട് എന്തായിരിക്കും? അവിടെ 7 ഉണ്ട്, 4 ഉണ്ട്, 2 ഉണ്ട്. ആ 3 ഡിജിറ്റ്സുകളെയും മൾട്ടിപ്ലൈ ചെയ്യണം. 7 × 4 × 2 അല്ലെങ്കിൽ 7 times 4 times 2 എത്രയാണ്? 56. ഇവിടെയും 2 ഡിജിറ്റ്സ് ഉണ്ട്. 56നകത്ത് 2 ഡിജിറ്റ്സ് ഉണ്ട്. അതിലെ യൂണിറ്റ് പ്ലേസിലുള്ള 6 മാത്രമേ ഇവിടെ എടുക്കാൻ പറ്റുള്ളൂ. 5നെ നമുക്ക് ഫസ്റ്റ് പാർട്ടിലേക്ക് മാറ്റി കൊടുക്കണം. ഓക്കെ, അപ്പൊ എന്ത് സംഭവിക്കുന്നത്? ലാസ്റ്റ് പാർട്ടിലെ 6 ഇവിടെ ഉണ്ടാകും. 1 ക്യാരിയാണ്. ആ 1നെ എങ്ങോട്ട് കൊണ്ടുപോകണം? മിഡിൽ പാർട്ടിലെ 56ലേക്ക് കൊടുക്കണം. അപ്പൊ 56 എന്നുള്ളത് 57 ആകും. 57 ആകും. അവിടെ 7 മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. 5 ക്യാരിയാണ്. ആ 5നെ നമ്മൾ എന്ത് ചെയ്യും? 5നെ 49 അടുക്കൽ കൊണ്ടുവന്ന് ആഡ് ചെയ്യണം. 49 + 5 54 ആവും. അപ്പോ നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത് 54 7 6 എന്നുള്ള രീതിയിലേക്ക് മാറും. ഫസ്റ്റ് പാർട്ടിൽ 54 വരും, മിഡിൽ പാർട്ടിൽ 7 വരും, ലാസ്റ്റ് പാർട്ടിൽ 6 വരും. അതെങ്ങനെയാ വന്നത്? നമ്മൾ ഫസ്റ്റ് പാർട്ട്, മിഡിൽ പാർട്ടിൽ, ലാസ്റ്റ് പാർട്ട് എഴുതി. ലാസ്റ്റ് പാർട്ടിൽ 16 ആണ്, മിഡിൽ പാർട്ടിൽ 56 ആണ്, ഫസ്റ്റ് പാർട്ടിൽ 49 ആണ്. ഓക്കെ, നമുക്ക് അതേപോലെ 49 56 16 എന്ന് എഴുതാൻ പറ്റില്ല. ലാസ്റ്റ് പാർട്ടിലെ 6 മാത്രം അവിടെ എഴുതും. 1 ക്യാരി ആണ്. 1നെ മിഡിൽ പാർട്ടിൽ കൊണ്ടുപോയി 56നോടുകൂടെ ചേർക്കും. അത് 57 ആവും. 7 അവിടെ എഴുതി. രണ്ടാമത്തെ ഡിജിറ്റ് ആയിട്ട് എഴുതി. ഇനി 6 മിച്ചമുണ്ട്, 5 മിച്ചമുണ്ട്. ആ 5നെ എങ്ങോട്ട് കൊടുക്കണം? 49നോട് ചേർക്കണം. 49 + 5 എന്ന് പറഞ്ഞാൽ 54 ആണ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് പാർട്ടുമായി 5476. ഓക്കെ, അപ്പോ നമുക്ക് ഏതൊരു 2 ഡിജിറ്റ് നമ്പർ തന്നാലും വളരെ വേഗത്തിൽ, പേപ്പർ ഒന്നും കൂടാതെ, പേപ്പറിൽ പേന വെച്ചൊന്നും എഴുതാതെ മനക്കണക്കായിട്ട് നമുക്ക് അതിന്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, വളരെ വേഗത്തിൽ നമ്മൾ ഇങ്ങനെ ചെയ്തു നോക്കും. നമ്മുടെ ബ്രെയിൻ ഡെവലപ്മെന്റിന് സഹായിക്കും. അതുകൊണ്ട് തന്നെ കൊച്ചു കൂട്ടുകാർ ഇത്തരം പ്രോബ്ലംസ് ഒന്ന് ചെയ്തു നോക്കണം.
പലതവണ ആവർത്തിച്ച് ഈ പ്രോബ്ലംസ് ഒക്കെ ഒന്ന് ചെയ്തു നോക്കിയാൽ, ഈ ട്രിക്സ് ഒക്കെ ഒന്ന് ചെയ്തു നോക്കിയാൽ നിങ്ങളുടെ മനസ്സിൽ കൃത്യമായി പതിഞ്ഞിട്ടുണ്ടാകും. വളരെ വേഗത്തിൽ ഇതിന്റെ ആൻസറുകൾ എഴുതാൻ സാധിക്കും. 74 സ്ക്വയർ എന്ന് പറയുമ്പോൾ ഞാൻ ഈ സ്ക്രീനിൽ എഴുതി കാണിച്ചതുപോലെ ഒന്നും എഴുതാതെ നിങ്ങൾക്ക് നേരെ വലതുവശത്തേക്ക് 74 സ്ക്വയർ ആയ 5476 എഴുതാൻ സാധിക്കും. നിങ്ങൾ പലതവണ ഇത് ചെയ്യുന്ന രീതി ഒന്ന് ചെയ്തു നോക്കി പഠിച്ചു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും നല്ല ഒരു ദിനം ആശംസിക്കുന്നു. നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായതായി ചിന്തിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും ശ്രമിക്കുക. ഓക്കെ, ബൈ.